Okay, so construction and project planning and its importance. അപ്പം നമ്മൾ നേരത്തെയുള്ള ക്ലാസ്സുകളിൽ മൊഡ്യൂൾ 1ൻ്റെ കുറച്ച് പോർഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഡിഫറെൻറ്റ് കൺസ്ട്രക്ഷൻ പ്രോജക്ട്സ് എന്താണ്, അതിൽ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് മാനേജ്മെൻറ്റിൻ്റെ റോൾ എന്താണ്, ഫങ്ഷൻസ് എന്താണെന്നുള്ളത്. സോ അതിൻ്റെ ഒരു 2 പാരഗ്രാഫ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പഠിപ്പിച്ചത് നിങ്ങളുടെ മൊഡ്യൂൾ 2ത്തെ ടെൻഡർ ആൻഡ് കോൺട്രാക്ട്സ് ആണ്. സോ ഇപ്പം നമ്മൾ തിരിച്ച് വീണ്ടും മൊഡ്യൂൾ 1ൽ തന്നെ വരികയാണ്. മൊഡ്യൂൾ 2ൽ ടെൻഡറും കോൺട്രാക്ട്സും ക്വാളിറ്റി കൺട്രോളും ജസ്റ്റ് നമ്മളൊരു ഔട്ട്ലുക്ക് നോക്കിയതാണ്. നൗ കമ്മിങ് ബാക്ക് ടു മൊഡ്യൂൾ 1 ഇറ്റ്സെൽഫ്. അതിലിപ്പോൾ നോക്കാൻ പോകുന്നത് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് പ്ലാനിങ് ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ആണ്. സോ ഇതിൽ വരുന്ന കാര്യങ്ങൾ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ടിൽ എന്തൊക്കെ വേണം, ഫീസിബിലിറ്റി സ്റ്റഡി ഓർ റിപ്പോർട്ടിൽ നമ്മൾ എന്തെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം, പിന്നെ ബിൽസ് ഓഫ് അപ്രോപ്രിയേഷൻ എന്തൊക്കെയാണ്, ASും TSും എന്താണ്. AS എന്ന് വെച്ചാൽ അഡ്മിൻ അപ്രൂവൽ ഓർ അഡ്മിൻ സാങ്ഷൻ ആണ് AS. TS എന്ന് വെച്ചാൽ അതുപോലെ തന്നെ ടെക്നിക്കൽ സാങ്ഷൻ. സോ ഇതിൻ്റെ എല്ലാം ഒരു ഇലാബറേറ്റഡ് സ്റ്റഡിയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. സോ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് പ്ലാനിങ് ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. വാട്ട് ആർ ദ ഡീറ്റെയിൽസ് ടു ബി കളക്റ്റഡ് ഡ്യൂറിങ് പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് എ പ്രോജക്റ്റ് റിപ്പോർട്ട്? വി നോ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിൻ്റെ ഒരു ഡിഫറെൻറ്റ് സ്റ്റേജസ് ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഒരു ഡിസൈൻ ഫസ്റ്റ് പ്ലാനിങ് സ്റ്റേജ്, അതിൽ നമ്മൾ നമ്മുടെ ഒബ്ജക്റ്റീവ് കണ്ടുപിടിക്കും, പിന്നെ അത് ഫീസിബിൾ ആണോ എന്ന് നോക്കും, പിന്നെ അത് ഡിസൈൻ ചെയ്യും, അതിൻ്റെ റെക്കോർഡ്സും ഡോക്യുമെൻറ്റ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ടെൻഡർ ചെയ്യും, കോൺട്രാക്ട് ചെയ്യും, ദെൻ കൺസ്ട്രക്ഷൻ സ്റ്റേജ് വരും. ബിഡിങ് വഴി കോൺട്രാക്ടറിനെ സെലക്ട് ചെയ്തതിന് ശേഷമാണ് കൺസ്ട്രക്ഷൻ സ്റ്റേജ് വരുന്നത്. പിന്നെ നമ്മളത് ഹാൻഡ് ഓവർ ചെയ്യും. ദീസ് ആർ ഓൾ ദ സ്റ്റേജസ് ഓഫ് കൺസ്ട്രക്ഷൻ. സോ അതിൻ്റെ ഫസ്റ്റ് മെയിൻലി വരുന്നൊരു കാര്യമാണ് കൺസ്ട്രക്ഷൻ പ്ലാനിങ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾക്കൊരു പ്ലാൻ വേണം, എങ്ങനെയാണ് കാര്യങ്ങൾ നീക്കുക. ഫ്രം A to Z നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്ത് ഫ്യൂച്ചർ കാര്യങ്ങൾ, സം ബോട്ടിൽ നെക്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ആദ്യമേ മുൻകൂട്ടി കണ്ടെത്തി. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഏത് സീക്വൻസിലാണ് നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത്. മെയിൻലി ഇങ്ങനെ പറയാൻ പറ്റും, ഇപ്പോൾ എക്സ്കവേഷൻ ആണെങ്കിലും സൈമിൾട്ടനിയസ്ലി നമുക്ക് എക്സ്കവേഷൻ ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ സൈറ്റ് ഉണ്ട്, പ്രൊജക്റ്റ് ഉണ്ട്. സൈമിൾട്ടനിയസ്ലി ചെയ്ത് തീർക്കാൻ ചില ഈവൻറ്റ്സ് ഉണ്ട്. നമ്മൾക്കിപ്പം 2-3 പോയിന്റിൽ ഒരേപോലെ കൺസ്ട്രക്ഷൻ നടക്കണമെങ്കിൽ അത് സൈമിൾട്ടനിയസ്ലി നമുക്ക് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റണമെങ്കിൽ വി ഷുഡ് ഹാവ് ഇനഫ് റിസോഴ്സ്, ലൈക്ക് മെറ്റീരിയൽസും വേണം, ലേബറും വേണം. അങ്ങനെ അതെല്ലാം അവൈലബിൾ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്തു തീർക്കുന്ന വഴി പെട്ടെന്ന് പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതെല്ലാം നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നതിന് അനുസരിച്ചായിരിക്കും നീക്കാൻ പറ്റുന്നത്. പെട്ടെന്ന് ഓരോ ദിവസം വന്നിട്ട് നമ്മൾ ചെയ്യുന്ന പോലെയല്ല. വാട്ടെവർ എല്ലാ കാര്യങ്ങളും നമ്മൾ ആദ്യമേ മുൻകൂട്ടി കണ്ടെത്തി ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അതിനനുസരിച്ച് നമ്മൾ നീങ്ങുകയാണെങ്കിൽ നമ്മുടെ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് ഇത്രയും കൂടെ ഭംഗിയായിട്ട് നമ്മൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. സോ അതിൻ്റെ പ്ലാനിങ് ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ആണ് ഇന്ന് ഇവിടെ പറയുന്നത്. സോ പ്ലാനിങ് പ്രൊവൈഡ്സ് എ പ്രൈമറി സോഴ്സ് ഓഫ് കോർഡിനേഷൻ വിത്തിൻ ദ ഓർഗനൈസേഷൻ ആൻഡ് പ്ലാൻസ് റെപ്രസെൻറ്റ്സ് ദ മെസ്സേജ് ബൈ വിച്ച് സിസ്റ്റം കമ്മ്യൂണിക്കേറ്റ്സ് എമംഗ് ഓർഗനൈസേഷണൽ യൂണിറ്റ്സ്. So a plan not only describes desired behavior, but it also serves as a formal vehicle for communication throughout the organization. With this philosophy, the act of choosing a plan constitutes one of the most important functions of management. ഓക്കെ, സോ പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫ്യൂച്ചർ കാര്യങ്ങളെ മുൻകൂട്ടി നമ്മളൊരു പേപ്പറിൽ ലൈക്ക് കൊണ്ടുവരുന്നതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് ആണെങ്കിൽ അതിന് വേരിയസ് മെറ്റീരിയൽ പ്ലാനിങ് ആവാം, ലേബർ പ്ലാനിങ് ആവാം, വർക്ക് പ്ലാനിങ് ആവാം. വാട്ടെവർ കംസ് എല്ലാത്തിനെയും നമ്മൾ ഒരേ ഒരു ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിൽ കൊണ്ടുവരുന്നതിനാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ആൻഡ് ഈ പ്ലാനിങ് വഴി ലൈക്ക് പ്ലാൻ റെപ്രസെൻറ്റ്സ് ദ മെസ്സേജ് ബൈ വിച്ച് സിസ്റ്റം കമ്മ്യൂണിക്കേറ്റ്സ് എമംഗ് ഓർഗനൈസേഷണൽ യൂണിറ്റ്സ്. ഇപ്പം നമ്മളുടെ ഒരു പ്ലാൻ വഴിയാണ് ഇപ്പം വർക്കേഴ്സ് മെറ്റീരിയൽസ് എല്ലാം തമ്മിലുള്ള ആ ഒരു ലിങ്ക് നമ്മൾ റെഡിയാക്കുന്നത്. ഓക്കെ, so the main features involved in planning of construction projects are the sequence of activities, time, manpower and materials required for each one of them and flow of finance. Mainly planning കൊണ്ട് നമ്മൾക്ക് ഈവൻസിൻ്റെ സീക്വൻസ്, ഏതൊക്കെ വർക്കുകളാണ് ആദ്യം നടത്തേണ്ടത്, അത് കഴിഞ്ഞ് കണ്ടിന്യൂസ്ലി നെക്സ്റ്റ് എന്ത് വരണം, ഓരോ വർക്കിനും വേണ്ട മാൻ പവർ കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റണം, റിസോഴ്സസ് കൊടുക്കാൻ പറ്റണം, മെറ്റീരിയൽസ് കൊടുക്കാൻ പറ്റണം. അറ്റ് ദ സെയിം ടൈം ഏതൊക്കെ പോയിന്റ് ഓഫ് കൺസ്ട്രക്ഷനിലാണ് നമുക്ക് കറക്റ്റ്
ഫിനാൻഷ്യൽ ഇൻപുട്ട് കൊടുക്കേണ്ടത്, അതെല്ലാം നമ്മൾ മുൻകൂട്ടി കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫിനാൻഷ്യൽ ഫ്ലോ തന്നെ സ്റ്റേബിൾ ആക്കാൻ പറ്റുള്ളൂ. So these are the main features involved in planning. So such a planning should facilitate the construction by establishment. The main things പ്ലാനിങ്ങിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ടൈം റിക്വയർഡ് ഫോർ ഡെലിവറിങ് മെറ്റീരിയൽസ്. നമ്മൾക്കറിയാം, ഇപ്പം നമ്മളൊരു കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റ് ചെയ്യുവാണെങ്കിൽ ഇൻ കേസ് ഇപ്പം നമ്മളുടെ അഗ്രഗേറ്റ്സിന് സ്കാർസിറ്റി ഉള്ള ടൈം ആണെങ്കിൽ നമ്മളിത് മുൻകൂട്ടി കണ്ടെത്തി ചെയ്ത് പ്ലാൻ ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് ടൈമിൽ ആ ഒരു മെറ്റീരിയൽ ഫ്ലോ ഉണ്ടാവുള്ളൂ. സോ ദ ടൈം റിക്വയർഡ് ഫോർ ഡെലിവറിങ് മെറ്റീരിയൽസ് ആൻഡ് ദ ടൈപ്സ്, ക്വാണ്ടിറ്റീസ് ആൻഡ് ഡ്യൂറേഷൻ ഓഫ് എക്യുപ്മെൻറ്റ്സ് നീഡഡ്. ഇപ്പം കോൺക്രീറ്റിംഗ് ആണ്, മാസ് കോൺക്രീറ്റിംഗ് ആണെങ്കിൽ ആ മിക്സർ മെഷീൻ എത്ര മിക്സർ മെഷീൻ വേണം, ലൈക്ക് അല്ലെങ്കിൽ വല്ല ബാച്ചിങ് പ്ലാന്റ് വേണോ. ഇപ്പം വളരെ വലിയ കോൺക്രീറ്റിംഗ് ആണെങ്കിൽ സംടൈംസ് നമ്മൾക്ക് ബാച്ചിങ് പ്ലാന്റിൻ്റെ ആവശ്യം തന്നെ ഉണ്ടാവും. സോ ആ ബാച്ചിങ് പ്ലാന്റ് എത്ര നാൾ, അതിന് ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലാണെങ്കിൽ മെയിൻലി ഒരു ഏരിയ നമ്മൾ ഫിക്സ് ചെയ്തിട്ട് തന്നെ ബാച്ചിങ് പ്ലാന്റ് വെക്കേണ്ടി വരും. സോ അത് എത്ര നാളത്തേക്ക് നമുക്ക് ആവശ്യമുണ്ട്. സോ ഇതൊക്കെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യണം. സോ അതാണിത് ദ ടൈപ്സ്, ക്വാണ്ടിറ്റീസ് ആൻഡ് ഡ്യൂറേഷൻ ഓഫ് എക്യുപ്മെൻറ്റ്സ് നീഡഡ്. അത് ബാച്ചിങ് പ്ലാന്റ് തന്നെയാണെന്നില്ല, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ്. ഇപ്പോൾ കോൺക്രീറ്റിംഗ് ആണെങ്കിൽ വൈബ്രേറ്റർ എപ്പോഴും വൈബ്രേറ്റർ വേണ്ട ഇതില്ല. അപ്പോൾ നമ്മുടെ പ്രോജക്റ്റിന് വൈബ്രേറ്റർ ഇപ്പം നമ്മൾ റെൻറ്റിനൊക്കെ എടുക്കണമെങ്കിൽ ആ ഒരു പീരീഡ് അല്ലെങ്കിൽ ആ ഒരു നേരത്തെ നമ്മൾക്ക് ആ പ്ലാനിങ് വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന ദിവസം തുടങ്ങി ഇത്ര പീരീഡിലോട്ട് നമ്മൾ വൈബ്രേറ്റർ റെൻറ്റിന് എടുക്കണം, അല്ലെങ്കിൽ വാട്ട് ഓൾ എക്യുപ്മെൻറ്റ്സ് നീഡഡ്, ഇതെല്ലാം നമ്മൾ മുൻകൂട്ടി കണ്ടെത്തിയിരിക്കണം. ആൻഡ് ദ ക്ലാസിഫിക്കേഷൻ ആൻഡ് ദ നമ്പർ ഓഫ് ലേബേഴ്സ് നീഡഡ് ആൻഡ് ദ പീരീഡ്സ് ഡ്യൂറിങ് വിച്ച് ദേ വിൽ ബി നീഡഡ്. ലേബേഴ്സ് എത്ര പേര് വേണം, സ്കിൽഡ് ലേബർ വേണോ അല്ലാതെ ഹെൽപ്പേഴ്സ് വേണോ, ഇതെല്ലാം നമ്മൾ കണ്ടുപിടിക്കുന്നത് ആ പ്ലാനിങ് സ്റ്റേജിലാണ്. The extent to which financial and if any will be financial flow also. Time required to complete the project. ഇതെല്ലാം such a planning should facilitate. നമ്മൾ കറക്റ്റ് ഒരു പ്ലാനിങ് ചെയ്യുമ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിട്ടാണ് ചെയ്യുന്നത്. സോ ആ ഒരു കൺസ്ട്രക്ഷൻ്റെ ഈസ് ഓഫ് കൺസ്ട്രക്ഷൻ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഡിലേ ഉണ്ടാവില്ല. ഇനി ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രോപ്പർ പ്ലാനിങ് വിൽ ബി ഹെൽപ്ഫുൾ ഇൻ ദ ഫോളോയിങ് കേസസ്. പ്രോപ്പർ പ്ലാനിങ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഏതെല്ലാം വിധത്തിൽ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ടെന്നുള്ളത്. ഹെൽപ്സ് ഇൻ ആൻറ്റിസിപ്പേറ്റിംഗ് ഫ്യൂച്ചർ കോസ് ഓഫ് ഇവൻറ്റ്സ് ആൻഡ് ടു മേക്ക് പ്രൊവിഷൻസ് ഫോർ ഇറ്റ്. ഞാൻ പറഞ്ഞു നേരത്തെ ഓൾറെഡി ഇപ്പം നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മുന്നത്തെ ഉള്ള വർക്ക് ഇപ്പോഴേ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ എന്തൊക്കെ വേണം, അതിന് വേണ്ട പ്രൊവിഷൻസ് എന്തൊക്കെയാണ്, അതൊക്കെ നേരത്തെ തന്നെ അറേഞ്ച് ചെയ്യാൻ പറ്റും. എൻഷ്യൂർസ് പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ് ടു അച്ചീവ് ഒബ്ജക്റ്റീവ്സ് ഇൻ ദ ഗിവൺ വർക്ക്. ഹെൽപ്സ് ദ മാനേജ്മെൻറ്റ് ടു ഡിസൈഡ് ദ കൈൻഡ് ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് ഓൾസോ പ്രിവെൻറ്റ്സ് ദ വേസ്റ്റേജ് ഓഫ് ടൈം, മണി ആൻഡ് മെറ്റീരിയൽ. നേരത്തെ ഇപ്പം പെട്ടെന്നൊരു എമർജൻസി വർക്ക് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന എനർജി ലോസ്, ടൈം ലോസ്, മണി ലോസ് എല്ലാം നമുക്ക് അറിയാവുന്നതാണ്. സോ ഈ എമർജൻസി വർക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ മുൻകൂട്ടി കണ്ട് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെയൊക്കെ വേസ്റ്റേജ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ആൻഡ് പ്രോപ്പർ പ്ലാനിങ് ലേസ് ഡൗൺ പ്രൊസീജിയേഴ്സ്, പോളിസീസ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഓപ്പറേഷൻസ് ടു അച്ചീവ് എക്കണോമിക്കൽ ഓപ്പറേഷൻസ്. ഓക്കെ, ഇപ്പം നമ്മൾക്ക് ഒരു കോൺക്രീറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം പല ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവാം. ലൈക്ക് ഫോം വർക്ക് കൊടുക്കുന്നതിലായിരിക്കാം. സോ നമുക്ക് നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു എക്കണോമിക്കലായിട്ടുള്ള കാര്യം ചെയ്യാൻ പറ്റും. സോ പെട്ടെന്നുള്ള ഒരു അർജൻസി ഒഴിവാക്കിയിട്ട് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഓക്കെ ഇന്നൊരു സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത്രയും രൂപ ലാഭിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇത്രയും എമൗണ്ട് നമുക്ക് അവിടെ സേവ് ചെയ്യാൻ പറ്റും. സോ ഇതെല്ലാം നമുക്ക് പ്രോപ്പർ പ്ലാനിങ് വഴി കിട്ടും. ഇനി ഹെൽപ്സ് ടു അവോയ്ഡ് ബോട്ടിൽ നെക്സ് ഇൻ എനി കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി സോ ആസ് ടു ക്യാരിഡ് ഔട്ട് ദ വർക്ക് സ്മൂത്ത്ലി. സംടൈംസ് ബോട്ടിൽ നെക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തെന്നാ, എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ കണക്ക് കൂട്ടി നമ്മൾക്ക് ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ ദ മെയിൻ helpful things if we are doing a proper planning. Next, details to be collected during planning and preparation of project report. സോ നിങ്ങളുടെ സിലബസിലുള്ളതാണ് ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട്. ഇപ്പം ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ടിൽ ഈ ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളും ഫ്രം A to Z ഉണ്ടാവും. സോ ദാറ്റ് ഇപ്പോൾ കോൺട്രാക്ടറിന് അത് കൈമാറുകയാണെങ്കിൽ അയാൾക്ക് അതനുസരിച്ച് ഫുൾ ചെയ്യാൻ പറ്റും. സോ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നതിന് മുൻകൂട്ടിയായിട്ട് കാണേണ്ടതെന്നുള്ളത്. So first of all, site investigation and detailed survey will be carried out if the project is feasible. നമ്മൾ ഈ ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് എപ്പോഴാണ് ചെയ്യുന്നത്, എപ്പോഴും പ്രൊജക്റ്റ് ഫീസിബിൾ ആണെങ്കിൽ മാത്രമാണ്. ഫസ്റ്റ് നമ്മൾ നമ്മളുടെ എയിം അനുസരിച്ച് ഓണർ അത് ആർക്കിടെക്റ്റോ എഞ്ചിനീയറോ ആയിട്ട് ഡിസ്കസ് ചെയ്ത്
കണ്ടുപിടിച്ച് ഓക്കെ ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണെങ്കിൽ മാത്രമേ നമ്മൾ അതിൻ്റെ മുന്നോട്ടുള്ള സ്റ്റേജസിലോട്ട് പോവുള്ളൂ. സോ ഇഫ് ദ പ്രോജക്റ്റ് ഈസ് ഫീസിബിൾ നമ്മൾ സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും. കാരണം ആ സൈറ്റിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ വേണം. ഇപ്പം വളരെ ഒരു വീക്ക് സൈറ്റ് ആണെങ്കിൽ നമുക്ക് അവിടെ ഹ്യൂജ് ഫൗണ്ടേഷൻ വഴി നമുക്ക് കുറേ ബഡ്ജറ്റ് തന്നെ കൂടുതലാണെങ്കിൽ വി ക്യാൻ ചേഞ്ച് ദ സൈറ്റ് ഇഫ് പോസിബിൾ. സോ അതൊക്കെ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ക്യാരി ഔട്ട് ദ സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ. Next, budget allotment will be accorded for carrying out detailed investigation so as to prepare detailed estimate and project report. നമ്മൾ മെയിൻലി ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ സൈറ്റ് ഇൻവെസ്റ്റിഗേഷനും ഡീറ്റെയിൽ സർവേ ഒക്കെ ചെയ്തതിന് ശേഷമാണ് എത്രയാണ് ബഡ്ജറ്റ് വേണ്ടി വരുന്നത് എന്നുള്ളത് കണക്കൂട്ടുന്നത്. ഓക്കെ, സോ സൈറ്റ് ഇൻവെസ്റ്റിഗേഷനിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? ഡീറ്റെയിൽ സർവേ ഓഫ് ഏരിയ, ലോഞ്ചിറ്റ്യൂഡൽ സെക്ഷൻ, ക്രോസ് സെക്ഷനിങ്, കോണ്ടൂർ സർവേ ഡിപ്പെൻഡിങ് ഓൺ ദ നേച്ചർ ഓഫ് വർക്ക്. സോ സൈറ്റിൽ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ. എക്സ്പ്ലോറേഷൻ ഓഫ് സോയിൽ, എത്ര ഡെപ്ത് വരെയാണ് ഓരോ സോയിൽ സ്ട്രാറ്റ അവൈലബിൾ ആയിട്ടുള്ളത്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്, ഗ്രൗണ്ട് വാട്ടർ ടേബിൾ എവിടെയാണ്, സോ ദ സീസണൽ വേരിയേഷൻ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ, ഹൈഡ്രോളജിക്കൽ പെർട്ടിക്കുലേഴ്സ്. നെക്സ്റ്റ്, ഇൻഫർമേഷൻ റിഗാർഡിംഗ് ലോക്കൽ റെഗുലേഷൻസ് ആൻഡ് ഓർഡിനൻസ് എൻഫോഴ്സ്. ലൈക്ക് ചില ഏരിയാസിലൊക്കെ ഉണ്ടാവും, ഇപ്പം നമ്മൾ സോയിൽ എക്സ്കവേറ്റ് ചെയ്തിട്ട് നമുക്ക് ആ സോയിൽ അവിടെ ഡിപ്പോസിറ്റ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻസ് ഉണ്ടാവാം. ലൈക്ക് ഇപ്പോൾ ഒരു കോസ്റ്റൽ ഏരിയയൊക്കെ ആണെങ്കിൽ വളരെ മഡാണ് നമ്മൾ താഴത്തുനിന്ന് കുഴിച്ചെടുക്കുന്നതെങ്കിൽ ആ മഡ് ചിലപ്പോൾ നമുക്ക് അവിടെ തന്നെ ഡിപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അത് ചിലപ്പോൾ ഒരു കോർപ്പറേഷൻ ഏരിയ അങ്ങനത്തെ ഏരിയയൊക്കെ ആണെങ്കിൽ അവരുടെ റെഗുലേഷൻസ് ഉണ്ടാവും. ലൈക്ക് ഇറ്റ് ഹാസ് ടു ബി ഷിഫ്റ്റഡ് ടു അറ്റ്ലീസ്റ്റ് 25 കിലോമീറ്റർ എവേ ഫ്രം ദിസ് സൈറ്റ്, അങ്ങനെയൊക്കെ. സോ അതെല്ലാം നമ്മൾ മുൻകൂട്ടി നേരത്തെ അറിഞ്ഞിരിക്കണം. അതൊക്കെയാണ് ഈ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ലോക്കൽ റെഗുലേഷൻസ് ആൻഡ് ഓർഡിനൻസ് എൻഫോഴ്സ് എന്നൊക്കെ പറയുന്നത്. നെക്സ്റ്റ്, ലൊക്കേഷൻ ഓഫ് ക്വാറീസ് ആൻഡ് ക്വാണ്ടം ഓഫ് ദിയർ പൊട്ടൻഷ്യൽ. അടുത്ത് ക്വാറീസ് അവൈലബിൾ ആണോ, അവിടുന്ന് ക്വാണ്ടം ഓഫ് ദ പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ എത്രമാത്രം ക്വാണ്ടിറ്റി അവർ ഡെയിലി, ഇപ്പോൾ ദീസ് ആർ ദ തിങ്സ് നമ്മൾ നോക്കുന്നത് വെൻ ഒരു വലിയ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് ഒക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം നമ്മൾ പഠിച്ചിരിക്കും. കാരണം ഒരു ചെറിയ പ്രോജക്റ്റ് ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് വലിയ സേവിങ്സ് ഒന്നും കിട്ടാനില്ല. ബട്ട് ഒരു ഹ്യൂജ് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് ആണെങ്കിൽ നമ്മൾ ഈ പോയിന്റ്സ് എല്ലാം ആദ്യമേ സൈറ്റ് ഇൻവെസ്റ്റിഗേഷനിൽ നോക്കിയിട്ട് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് അതിൽ നിന്ന് കുറേ സേവിങ്സ് കിട്ടും. കാരണം അടുത്തൊരു ക്വാറീസ് അവൈലബിൾ ആണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അത്രമാത്രം നമ്മൾക്ക് കുറഞ്ഞു കിട്ടുന്നതാണ്. ഓക്കെ, സോ നെക്സ്റ്റ്, എസ്റ്റിമേറ്റിംഗ് ദ നമ്പർ ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് ആൻഡ് ക്രോസ് മേസൺറി വർക്ക്സ് ഇൻവോൾവ് ഫോർ കംപ്ലീഷൻ ഓഫ് പ്രോജക്റ്റ് വർക്ക്. ലോക്കൽ ലേബർ കണ്ടീഷൻ വേജസ് എത്രയാണ്, ലേബർ അവൈലബിലിറ്റി ആ ഏരിയയിൽ ഉണ്ടോ, എക്സിസ്റ്റിംഗ് റോഡ് പ്രൊബബിൾ ലെങ്ത് ഓഫ് അപ്രോച്ച് റോഡ്സ് ടു കണക്ട് ദ സൈറ്റ്. എക്സിസ്റ്റിംഗ് റോഡ്സ് ഓൾറെഡി അവൈലബിൾ ആണെങ്കിൽ അപ്രോച്ച് റോഡ്സ്, ഇപ്പം നമ്മളുടെ സൈറ്റിൽ നിന്ന് ഒരു റോഡ് എക്സിസ്റ്റിംഗ് റോഡിലോട്ട് കൊടുക്കാണ്ട് ലെങ്ത്, ഇപ്പോൾ ഓൾറെഡി കുറേ റോഡ്സ് ഉള്ള ഏരിയ ആണെങ്കിൽ കുറച്ച് മാത്രം നമ്മൾ അപ്രോച്ച് റോഡ്സ് കൺസ്ട്രക്ട് ചെയ്താൽ മതി. സോ ദീസ് ആർ ദ തിങ്സ് that should be included in site investigation. ആ സൈറ്റിൻ്റെ പ്രോപ്പർ സ്റ്റഡി തന്നെ നമ്മൾ സൈറ്റ് ഇൻവെസ്റ്റിഗേഷനിൽ ചെയ്യും. നോട്ട് ഓൺലി ദ സോയിൽ സ്ട്രാറ്റ ആൻഡ് ഓൾ, ബാക്കി എല്ലാ കാര്യങ്ങളും. ഓക്കെ, ദാറ്റ് കംസ് ഈ മെറ്റീരിയൽസിൻ്റെ കാര്യത്തിനാണെങ്കിലും ചില സമയത്ത് സ്റ്റോറേജ് ഏരിയ അവൈലബിൾ ആണോ എന്നുള്ളത്. വലിയ വലിയ പ്രോജക്റ്റ് ആണെങ്കിൽ ഇത് പറഞ്ഞ പോലെ ബാച്ചിങ് പ്ലാന്റ്സ് വെക്കാനുള്ള ഏരിയ അവൈലബിൾ ആണോ, സ്റ്റാക്ക് മെയിൻ മെറ്റീരിയൽസ് സ്റ്റാക്ക് ചെയ്യാൻ ഇപ്പം ക്വാറീസ് അടുത്തില്ല ആൻഡ് ഇൻ കേസ് നമുക്ക് വേറെ സൈറ്റ് ഇല്ല, ഒൺലി മെയിൻ ഒരു ഓൾട്ടർനേറ്റീവ്സിന് ഏറ്റവും ഫീസിബിൾ ആയിട്ടുള്ള സൈറ്റ് നമ്മൾ സെലക്ട് ചെയ്തെങ്കിൽ, പക്ഷേ അതിൻ്റെ അടുത്ത് ക്വാറീസ് ഒന്നും ഇല്ലെങ്കിൽ അങ്ങനെയും നമ്മൾ നോക്കും ഏത് സ്ഥലത്താണ് നമുക്ക് സ്റ്റാക്ക് ചെയ്യാൻ പറ്റുന്നത്, അത്രയും ഏരിയ അവൈലബിൾ ആണോ, അതെല്ലാം ഈ സൈറ്റ് ഇൻവെസ്റ്റിഗേഷനിൽ ഇൻക്ലൂഡ് ചെയ്യും. നെക്സ്റ്റ്, പ്രിപ്പറേഷൻ ഓഫ് ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട്. സോ സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്, പിന്നെ നമ്മൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഡിസൈനിങ് സ്റ്റേജിലോട്ട് പോകുന്നത്. ഡിസൈൻ ചെയ്യുന്ന ടൈമിലാണ് നമ്മൾ ബഡ്ജറ്റ് അലോക്കേഷൻ നടത്തുന്നത്. നെക്സ്റ്റ്, പ്രിപ്പറേഷൻ ഓഫ് ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ടിൽ എന്തെല്ലാം വേണം എന്നുള്ളത്. എവറി പ്രോജക്റ്റ് ഷുഡ് അക്കമ്പനി ആൻ എസ്റ്റിമേറ്റ് ഡിസ്ക്രൈബിംഗ് ദ വേരിയസ് ഫീച്ചേഴ്സ് ഓഫ് വർക്ക്. മെയിൻലി നമ്മളുടെ ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിൻ്റെ മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ അതിന് എത്ര കോസ്റ്റ് ആവും എന്നുള്ളതാണ്. സോ അതിൻ്റെ എസ്റ്റിമേറ്റും ഓരോ സ്റ്റേജ് വൈസ് എസ്റ്റിമേറ്റ് നമ്മൾക്ക് വേണം. ഇപ്പോൾ എക്സ്കവേഷൻ സ്റ്റേജിൽ എത്ര രൂപയാണ്, സോ പിന്നെ ആ ഓരോ സ്റ്റേജിലും എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്, ഏതെല്ലാം വർക്കാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ടിൽ വരുന്നത്. ബാക്കിയും കുറേ കാര്യങ്ങളുണ്ട്, വിൽ ഗോ ത്രൂ ഇറ്റ്. സോ the report is usually given at the beginning of the estimate, followed by layout, plan, designs and calculations. It also includes general and detailed specifications, analysis of rates, material statement, detailed estimate.
ദ പ്ലാൻസ് ആൻഡ് ഡീറ്റെയിൽ ഡ്രോയിങ്സ് ആർ എൻക്ലോസ്ഡ് അറ്റ് ദ എൻഡ്. സോ ബിഗിനിങ്ങിൽ എന്തൊക്കെയാണ് പറയുന്നത്? മെയിൻലി ഡിസൈൻസും കാൽക്കുലേഷൻസും, ഏതെല്ലാം തരത്തിലുള്ള സ്പെസിഫിക്കേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്, ഓരോ ലേബർ റേറ്റ്സ് എങ്ങനെയാണ്, ബാക്കി മെറ്റീരിയൽ റേറ്റ് എങ്ങനെയാണ്. അനാലിസിസ് ഓഫ് റേറ്റ്സ് ഈസ് നത്തിങ് ബട്ട്, ഇപ്പം നമ്മൾ ടൈലിങ്ങിൻ്റെ റേറ്റ് എങ്ങനെ പറയുന്നത്, എത്രയാണോ ടൈലിൻ്റെ റേറ്റ് എത്രയാണ്, അത് ടൈല് ലേ ചെയ്യാൻ മേസണിന് എത്ര കൊടുക്കും. സോ ഒരു ഐറ്റം ആയിട്ടാണ് നമ്മൾ ടൈലിങ്ങിന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് മെറ്റീരിയൽ റേറ്റ്, ലേബർ ചാർജ്, ആൻഡ് ഇഫ് ടാക്സസ് ഉണ്ടെങ്കിൽ അത്, കോൺട്രാക്ടർ പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ അത്. ഓക്കെ, സോ ഇതൊക്കെയാണ് അനാലിസിസ് ഓഫ് റേറ്റ്സിൽ വരുന്നത്. ദെൻ മെറ്റീരിയൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. ഇതെല്ലാമാണ് ഒരു ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്. സെക്കൻഡ് പാർട്ടിൽ വരുന്നതാണ് പ്ലാൻസ് ആൻഡ് ഡീറ്റെയിൽ ഡ്രോയിങ്സ് ആർ എൻക്ലോസ്ഡ് അറ്റ് ദ എൻഡ്. എപ്പോഴും മെയിൻ ഡ്രോയിങ്സും തിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾക്ക് ഒരു DPR, ഈ ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ടിന് നമ്മൾ DPR എന്നാണ് വിളിക്കുന്നത്. DPRൻ്റെ എൻഡ് പോർഷനിലാണ് ഇതെല്ലാം കൊടുക്കുന്നത്. സോ അതിൻ്റെ എല്ലാം ആ പ്രോജക്റ്റിൻ്റെ വാട്ട് എവർ ഇറ്റ് കംസ്, ഇപ്പോൾ ഒരു റോഡും, ഇപ്പം നമ്മൾക്കറിയാം കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് എങ്ങനെ കംപ്ലീറ്റ് ആവുന്ന, അതിന് നമ്മളൊരു ആക്സസ് ഒക്കെ കൊടുക്കും. സോ റോഡ്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെയിൻ റോഡിലോട്ട് നമ്മളുടെ അപ്രോച്ച് റോഡ് വഴി അതിനെ കണക്ട് ചെയ്യും. സോ ഈ നമ്മളിപ്പോൾ റോഡാണെങ്കിൽ ഡ്രെയിനേജ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെ ക്രോസ് സെക്ഷൻ അടക്കം നമ്മൾ ഡീറ്റെയിൽഡ് ഡ്രോയിങ്ങിൽ കൊടുക്കണം. ഇപ്പോൾ ഏത് കോൺട്രാക്ടറിനാണ് ഇത് കിട്ടുന്നത്, അയാൾക്ക് യാതൊരു കാരണവശാലും ഒരു ഡൗട്ട് വരരുത്. അയാൾ പറയരുത് നിങ്ങൾ ഇതിനു മുന്നേ പറഞ്ഞില്ലല്ലോ ഇതിൻ്റെ ക്രോസ് സെക്ഷനിൽ ഇത്ര തിക്നെസ് കൊടുക്കണം എന്ന്. സോ നമ്മളുടെ ഈച്ച് ആൻഡ് എവറി മെഷർമെൻറ്റ് ക്ലിയർ ആയിട്ട് DPRൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം. വാട്ടെവർ ചെറിയ ഡയമെൻഷൻ ആണെങ്കിൽ പോലും നമ്മൾ മറക്കാതെ അതെല്ലാം കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രമേ ലാസ്റ്റ് ഒരു ഡിസ്പ്യൂട്ട് ഒഴിവാക്കാൻ പറ്റുള്ളൂ. കോൺട്രാക്ടറിന് പറയാൻ അവസരം ഉണ്ടാവരുത് ഇതൊന്നും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്ന്. വാട്ടെവർ കംസ് എല്ലാ മൈന്യൂട്ട് ഡീറ്റെയിൽസും നമ്മുടെ DPRൽ വേണം, വിത്ത് എവറി ഡീറ്റെയിൽ ഡ്രോയിങ്. ആൻഡ് ദ റിപ്പോർട്ട് ഷുഡ് കവർ ദ ഫോളോയിങ് മെയിൻ പോയിന്റ്സ്. സോ DPRൽ എന്തെല്ലാം വരുക എന്നുള്ളത്: ബ്രീഫ് ഹിസ്റ്ററി വിത്ത് റെഫറൻസ് ടു ദ പ്രപ്പോസ്ഡ് പ്രോജക്റ്റ്. സോ പ്രപ്പോസ്ഡ് പ്രോജക്റ്റിൻ്റെ ഫുൾ ഹിസ്റ്ററി വേണം. നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ്, നെസസിറ്റി ആൻഡ് യൂട്ടിലിറ്റി ഓഫ് ദ പ്രോജക്റ്റ് വിത്ത് റീസൺസ്. എന്തുകൊണ്ടിട്ടാണ് ഈ പ്രോജക്റ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ, വാട്ടെവർ ഇറ്റ് കംസ് എല്ലാം വേണം. ദെൻ കംസ് സൈറ്റിൻ്റെ നേച്ചർ ഓഫ് സോയിൽ, സബ് സോയിൽ കണ്ടീഷൻസ്, ടോപ്പോഗ്രഫി ഓഫ് ദ ലാൻഡ്, ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഓഫ് ദ ലൊക്കാലിറ്റി. സോ ഇത് മെയിൻ ഒരു കാര്യമാണ്, ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഓഫ് ദ ലൊക്കാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കറിയാം ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് എന്ന് പറയുന്നത് പെട്ടെന്നൊരു ഷോർട്ട് സ്പാനിൽ നടക്കുന്ന കാര്യമല്ല. ലൈക്ക് ഇറ്റ് മേ ടേക്ക് 2 to 3 years. ഇറ്റ്സ് എ ബിഗ് പ്രോജക്റ്റ്. സോ ആ ഒരു ഇയറിൽ തന്നെ ഡിഫറെൻറ്റ് ക്ലൈമറ്റ്സ് ഉണ്ടാവും. ഓരോ ക്ലൈമറ്റിനും നമ്മളുടെ സോയിൽ ക്യാരക്ടറിസ്റ്റിക്സ് വേറെ ആയിരിക്കും, വാട്ടർ ലെവൽ വേറെ ആയിരിക്കും. സോ അതിനൊക്കെ നമ്മളുടെ കൺസ്ട്രക്ഷനായിട്ട് വളരെ കൂടുതൽ ഇമ്പാക്റ്റ് ഉള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു ഫൗണ്ടേഷൻ കോൺക്രീറ്റിംഗ് ടൈമിലാണെങ്കിൽ, മഴയുള്ള സമയത്താണെങ്കിൽ ഫൗണ്ടേഷൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. കാരണം നമ്മൾ എക്സ്കവേഷൻ ചെയ്യുമ്പോഴും ഓൾറെഡി ഗ്രൗണ്ട് വാട്ടർ ടേബിൾ മുകളിലായിരിക്കും, പിന്നെ വെള്ളവും വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഫ്രീക്വൻറ്റ് പമ്പിങ് ഔട്ട് ഓഫ് വാട്ടർ ചെയ്യേണ്ടി വരും, മണ്ണ് കുഴിച്ചെടുക്കുമ്പോൾ. സോ ഇതെല്ലാം ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ലൊക്കാലിറ്റി. ഇപ്പോൾ ഭയങ്കര ചൂടുള്ള സ്ഥലമാണെങ്കിൽ, സണ്ണി ഏരിയ ആണെങ്കിൽ നമ്മൾ എപ്പോഴും ക്യൂർ ചെയ്തുകൊണ്ടിരിക്കണം. അതെല്ലാം. സോ അതാ പറഞ്ഞത്, ഇങ്ങനത്തെ കാര്യങ്ങളും മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ റിക്വയർഡ് എക്യുപ്മെൻറ്റ് ടു ക്യാരി ഔട്ട് ദ വർക്ക്, അപ്രോച്ച് റോഡ്സ്, പൊസിഷൻ ഓഫ് existing roads, availability of other facilities such പവർ, വാട്ടർ സോഴ്സ് എല്ലാം പറഞ്ഞിരിക്കണം. ഓൾറെഡി അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രിസിറ്റിയുടെ പോയിന്റ് എവിടെയാണ്, എവിടെ നിന്ന് കോൺട്രാക്ടർക്ക് ഇലക്ട്രിസിറ്റി ഡ്രോ ചെയ്യാൻ പറ്റും, വാട്ടർ പോയിന്റ് എവിടെയാണ്. ബോർവെൽ ഇപ്പം കോൺട്രാക്ടർ ബോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ബോർ ചെയ്യാൻ അയാളുടെ സ്വന്തം ചെലവിൽ ചെയ്യുമോ, അല്ലെങ്കിൽ നമ്മളത് പ്രൊവൈഡ് ചെയ്യുമോ, അല്ലെങ്കിൽ ബോർവെല്ലിൻ്റെ പോയിന്റ് ഏതാണ്, ഇതെല്ലാം കറക്റ്റായിട്ട് DPRൽ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, ലേബർ അവൈലബിൾ അറ്റ് ദ സ്കിൽ ലെവൽ, അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ദെയർ കോസ്റ്റ് ബെനിഫിറ്റ് റേഷ്യോ. നെക്സ്റ്റ്, മെത്തേഡ് ഓഫ് എക്സിക്യൂഷൻ ഓഫ് വർക്ക് ആൻഡ് ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ പ്രോജക്റ്റ്, ലേബർ അമ്യൂണിറ്റീസ്, ടെമ്പററി അക്കോമഡേഷൻ ഫോർ സ്റ്റാഫ്. ഇത്രയും കാര്യങ്ങൾ എക്സെട്ര കണ്ടോ. ഇപ്പോഴും ദർ ആർ സം അതർ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് മാക്സിമം DPRൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. DPR ഇസ് ദ മെയിൻ, ഒരു പ്രോജക്റ്റിൻ്റെ മെയിൻ തിങ് എന്ന് പറയുന്നത് DPR ആണ്. അതാണ് കോൺട്രാക്ടർ റെഫർ ചെയ്യുന്നത്. സോ എല്ലാ കാര്യങ്ങളും മെയിൻലി അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കണം. സോ ദീസ് ആർ ദ മെയിൻ പോയിന്റ്സ് വിച്ച് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ DPR, ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഹലോ.
എല്ലാവർക്കും ക്ലിയർ ആവുന്നില്ലേ? മനസ്സിലാകുന്നുണ്ട്. ഓക്കെ. ഇനി നെക്സ്റ്റ് ഫീസിബിലിറ്റി ഓർ സ്റ്റഡി റിപ്പോർട്ട്. So feasibility report എന്ന് വെച്ചാൽ before starting a new project it is very important to convince the government by submitting report giving the reasons for starting the project and necessity of the project. സോ നമ്മളിപ്പോൾ ഒരു പ്രോജക്റ്റ് എല്ലാം നമ്മൾ പഠിച്ചു, ബട്ട് ഇപ്പം ഒരു ഗവൺമെൻറ് പബ്ലിക് തിങ് ആണെങ്കിൽ നമ്മൾക്കതിൻ്റെ ഫണ്ട് തരുന്നത് ഗവൺമെൻറ് ആണ്. സോ അവിടെ ഗവൺമെൻറ്റിന് നമ്മളൊരു ഫീസിബിലിറ്റി റിപ്പോർട്ട് അല്ലെങ്കിൽ സ്റ്റഡി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. എന്താണ് ഇതിൻ്റെ നെസസിറ്റി? ഇപ്പം നമ്മൾ പറഞ്ഞ ഈ DPRലുള്ള മെയിൻ പോയിന്റ്സ് തന്നെയാണ് ഫീസിബിലിറ്റി റിപ്പോർട്ടിലുള്ളത്. തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ സാങ്ഷന് വേണ്ടിയിട്ട് ആരാണോ അതോറിറ്റി തരേണ്ടത് അല്ലെങ്കിൽ അപ്രൂവൽ തരേണ്ടത് അവർക്ക് സബ്മിറ്റ് ചെയ്യുന്ന റിപ്പോർട്ടാണ് ഫീസിബിലിറ്റി സ്റ്റഡി റിപ്പോർട്ട് എന്നുള്ളത്. മെയിൻലി DPRൽ പറഞ്ഞിരിക്കുന്ന അതേ സംഭവങ്ങളൊക്കെ തന്നെയാണ് ഫീസിബിലിറ്റി റിപ്പോർട്ടിലും വരുന്നത്. അതിൻ്റെ ഹെഡിങ് മാത്രത്തിൽ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. സോ ബിഫോർ സ്റ്റാർട്ടിങ് എ ന്യൂ പ്രോജക്റ്റ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു കൺവിൻസ് ദ ഗവൺമെൻറ് ബൈ സബ്മിറ്റിംഗ് റിപ്പോർട്ട് ഗിവിംഗ് ദ റീസൺസ് ഫോർ സ്റ്റാർട്ടിംഗ് ദ പ്രോജക്റ്റ്, എന്തൊക്കെയാണ് ആവശ്യങ്ങൾ and necessity of the project, and also by educating the people to realize the need for national development and locality in a particular. മെയിൻലി ഇപ്പം നമ്മൾ ഒരു ബ്രിഡ്ജാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ബ്രിഡ്ജ് ചെയ്യുന്ന കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, സോ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്, സോ അതിൻ്റെ ഡെവലപ്മെൻറ്റ് ആ ഏരിയയിൽ വരുന്ന ഡെവലപ്മെൻറ്റ് എങ്ങനെയൊക്കെയാണ്, അതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഗവൺമെൻറ്റിനെ ബോധിപ്പിക്കണം. സോ അങ്ങനെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന റിപ്പോർട്ടാണ് ഫീസിബിലിറ്റി റിപ്പോർട്ട്. സച്ച് റിപ്പോർട്ട് സെൻഡ് ഫോർ ദ അക്സെപ്റ്റൻസ് ഓഫ് പ്രപ്പോസൽ. സോ since this is a proposal, ഈ പ്രപ്പോസൽ ഇൻ പ്രിൻസിപ്പിൾ acceptance of the proposal in principle by the complete administrative authority is termed as feasible report. സോ അതിനെ നമ്മൾ അക്സെപ്റ്റൻസ് ഇൻ പ്രിൻസിപ്പിൾ എന്നാണ് ശരിക്കും പറയുന്നത്, AIP. ദാറ്റ് മീൻസ് ഇപ്പം നമ്മൾ ആരാണോ നമ്മൾക്ക് ആ ഒരു അപ്രൂവൽ തരേണ്ടത് അവരുടെ അടുത്ത് നിന്ന് നമ്മൾക്കൊരു സമ്മതം കിട്ടണം. അതിനുവേണ്ടി നമ്മൾ അവരുടെ മുമ്പാകെ കൊടുക്കുന്ന റിപ്പോർട്ടാണ് ഫീസിബിലിറ്റി സ്റ്റഡി റിപ്പോർട്ട് എന്ന് പറയുന്നത്. സോ ഫീസിബിലിറ്റി റിപ്പോർട്ട് ജനറലി കൺസിസ്റ്റ് ഓഫ് ദ സെയിം തിങ്സ് ആസ് സച്ച്. ഇപ്പോൾ നമുക്ക് DPRലുള്ളതൊക്കെ തന്നെ ഇതിൽ എഴുതാൻ പറ്റും. മെയിൻലി ഇത് എഴുതേണ്ടത് കോസ്റ്റ് ആൻഡ് റിട്ടേൺസ് എക്സ്പെക്റ്റഡ്, കോസ്റ്റ് ബെനിഫിറ്റ് റേഷ്യോ ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എത്ര കോസ്റ്റ് ചിലവാക്കുന്നു അതിൽ നിന്ന് നമ്മൾക്ക് ബെനിഫിറ്റ് എന്തൊക്കെ കിട്ടുന്നു എന്നുള്ളത്. ഓക്കെ, അതാണ് ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഡെവലപ്മെൻറ്റ് ഉണ്ടോ, സോ അതിൽ നിന്ന് ഇപ്പം വല്ല ഐലൻഡിനെയും മെയിൻ സിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുന്നതാണെങ്കിൽ അത് ഒരു ബ്രിഡ്ജ് വരുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, ലൈക്ക് ദാറ്റ്. സോ മെയിൻ ഇറ്റ് ഷുഡ് കൺസിസ്റ്റ് ഓഫ് ഹിസ്റ്ററി ഓഫ് ദ പ്രപ്പോസൽ, നെസസിറ്റി ഫോർ ദ പ്രപ്പോസ്ഡ് വർക്ക്, ഗിവിംഗ് ദ റീസൺസ് ഫോർ ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസ് ഹു ആർ കോമ്പീറ്റൻറ്റ്. അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസിന് സാറ്റിസ്ഫൈ ആവുന്ന രീതിയിലുള്ള റീസൺസ് വേണം. ഓക്കെ, എന്തുകൊണ്ട് ഇത് ചെയ്യണം എന്നുള്ളത്. ദെൻ ദേ ഷുഡ് അക്സെപ്റ്റ് ദ നെസസിറ്റി. അവർ എന്നിട്ട് ഓക്കെ അതൊരു ആവശ്യമുള്ള കാര്യമാണെന്ന് അവർ പറയുകയും ആൻഡ് ദേ ഷുഡ് സാങ്ഷൻ ദ ഫണ്ട് ഫണ്ട്സ് അനുവദിക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ്, ടോപ്പോഗ്രഫി ഓഫ് ദ സോയിൽ, നേച്ചർ ഓഫ് ദ സോയിൽ, ആസ്പെക്ട് ആൻഡ് പ്രോസ്പെക്ട് കൺസിഡറേഷൻ വിത്ത് നാച്ചുറൽ സറൗണ്ടിങ്സ്. സോ ഇതെല്ലാം സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ്റെ ആണ്. ഓക്കെ, ദെൻ കോസ്റ്റ് ആൻഡ് ദ റിട്ടേൺസ് എക്സ്പെക്റ്റഡ്, ദാറ്റ് ഈസ് കോസ്റ്റ് ബെനിഫിറ്റ് റേഷ്യോ പറയുന്ന stages in which work could be taken up so as to bring the project into use in phases. Water supply, electric supply, conveyance, storage, existing roads എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൈലബിലിറ്റി ഓഫ് ടെമ്പററി അക്കോമഡേഷൻ, മെറ്റീരിയൽസ് ഒക്കെ സ്റ്റോർ ചെയ്യാനുള്ളതൊക്കെ, ടോട്ടൽ അപ്രോക്സിമേറ്റ് കോസ്റ്റ് എത്രയാണ് ആൻഡ് അതെങ്ങനെയാണ് മീറ്റ് ചെയ്യുന്നതെന്നുള്ളത്, ദെൻ അപ്രോക്സിമേറ്റ് ടൈം ടു കംപ്ലീറ്റ് ദ കോസ്റ്റ്. ദീസ് ആർ ദ മെയിൻ തിങ്സ് ദാറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ എ ഫീസിബിലിറ്റി റിപ്പോർട്ട്. നെക്സ്റ്റ് കംസ് ദ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. സോ ഇപ്പം നമ്മൾ പറഞ്ഞു ഗവൺമെൻറ്റിന് ഫീസിബിലിറ്റി റിപ്പോർട്ട് കൊടുക്കണം എന്ന്. സോ ഗവൺമെൻറ് അതെങ്ങനെയാണ് സമ്മതിക്കുന്നത്, ഓക്കെ നിങ്ങളിത് ചെയ്തോ എന്നുള്ളത്, അതിനാണ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എന്ന് പറയുന്നത്, ഓർ അഡ്മിനിസ്ട്രേറ്റീവ് അപ്രൂവൽ, അഡ്മിൻ അപ്രൂവൽ. സോ ഗവൺമെൻറ് നമ്മൾക്ക് ഒരു ഹാർഡ് കോപ്പിയിൽ തരുന്ന സാങ്ഷനെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എന്ന് പറയുന്നത്. ഈ വർക്ക് ചെയ്യാൻ ഗവൺമെൻറ് ഇത്ര രൂപ അനുവദിച്ച് തരുന്നു എന്നുള്ളത്. ദാറ്റ് ഈസ് കോൾഡ് AS, അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. സോ എവറി സ്റ്റേറ്റ് ഹാസ് എ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് അറ്റ് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് ലെവൽ വിച്ച് ഹാസ് ഗോട്ട് ഫുൾ പവേഴ്സ് ഇൻ ഓൾ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് so as to incur the expenditure from the state or grants received from central government to make grants for required purpose. So എല്ലാ ഗവൺമെന്റിനും ഒരു ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്, നമ്മളുടെ സ്റ്റേറ്റിന് അനുവദിച്ചിരിക്കുന്ന
സെൻട്രൽ ഗവൺമെൻറ് അനുവദിച്ചിരിക്കുന്ന എമൗണ്ടിൽ നിന്ന് അത് കറക്റ്റായിട്ട് വീതിച്ച് എന്തൊക്കെയാണോ ആവശ്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ ഏതൊക്കെയാണോ വേണ്ടത് എന്നുള്ള കറക്റ്റ് പ്രയോറിറ്റിയിൽ നോക്കിയിട്ട് അത് അവർ ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുന്നു. സോ എവറി ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് ടു ഒബ്റ്റെയിൻ സാങ്ഷൻ ഫ്രം ദ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ബിഫോർ ഡൂയിങ് എനി എക്സ്പെൻഡിച്ചർ ഓൺ ദ വർക്ക്. സോ നമ്മളെന്ത് ചെയ്യണം, നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു ഐഡിയ ഉണ്ട് ഇങ്ങനെ ചെയ്യണമെങ്കിൽ വി ഷുഡ് ഫസ്റ്റ് ആസ്ക് ഫോർ ദ അക്സെപ്റ്റൻസ്. നമ്മുടെ പ്രപ്പോസൽ ഗവൺമെൻറ് അംഗീകരിക്കണം. അതിന് വേണ്ടിയിട്ട് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് നിന്ന് നമ്മൾക്ക് സാങ്ഷൻ വേണം. സച്ച് ഫിനാൻഷ്യൽ അലോട്ട്മെൻറ്റ് ഫോർ ആൻറ്റിസിപ്പേറ്റഡ് റിസീപ്റ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഈസ് നോൺ ആസ് ബഡ്ജറ്റ് അലോട്ട്മെൻറ്റ്. അങ്ങനെ ആ ഒരു ഫിനാൻഷ്യൽ അലോട്ട്മെൻറ്റ് നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് തരുന്ന ഗവൺമെൻറ് ഓർ വാട്ട് എവർ ബി ദ ബോഡി അത് തരുന്ന അലോട്ട്മെൻറ്റിനെയാണ്, ഫിനാൻഷ്യൽ സപ്പോർട്ടിനെയാണ് ബഡ്ജറ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. So budget estimates are prepared by various departmental needs and presented to the Legislative Assembly by Financial Department after the proposals have been voted. So mainly Legislative Assembly, Legislative Council നമ്മളുടെ കാര്യങ്ങൾ പറയും, എന്നിട്ട് അതിൻ്റെ ആ ഒരു അക്സെപ്റ്റൻസ് വാങ്ങും. ദാറ്റ് ഈസ് ഒബ്റ്റെയിൻ ദ ആക്സെന്റ് ഓഫ് ഗവർണറിൻ്റെ സപ്പോർട്ട് വാങ്ങും. Then the amount allotted for various departments in the budget can be spent during the financial year. The financial year usually സ്റ്റാർട്ട്സ് ഫ്രം ഏപ്രിൽ ടു മാർച്ച്. എപ്പോഴും ചെയ്യുന്നത് ഒരു ഇയറിലേക്ക് വേണ്ട മെയിൻ കാര്യങ്ങൾ ഇത്രയാണ്. അതിപ്പം നമ്മൾ പറയാറില്ലേ, ബഡ്ജറ്റ് അലോട്ട്മെൻറ്റ് സെൻട്രൽ പറയുന്നത് റെയിൽവേ കാര്യങ്ങൾക്ക് ഇത്ര അനുവദിച്ച് വരുന്നു. സോ അത് ഓരോ ഇയറിൽ നടക്കുന്ന കാര്യങ്ങളാണ്. സോ നമ്മളുടെ ഒരു ഇയറിലേക്ക് വേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ അടുത്ത ഇയറിലേക്ക് വേണ്ട പ്രപ്പോസൽസ് നമ്മൾ ഇപ്പോഴേ കണ്ടുപിടിച്ച് നമ്മളത് ഓർഡർ ആക്കും, എന്നിട്ട് നമ്മളത് പ്രസൻറ്റ് ചെയ്യും. സോ അവർ അംഗീകരിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അതൊക്കെ കണക്കൂട്ടി ആ ഒരു ഇത്ര എമൗണ്ട് ഇന്നതിനേക്ക് ഉള്ളതെന്നും പറഞ്ഞിട്ട് ഈ ഇയറിൽ നിങ്ങൾക്ക് തരുന്ന എമൗണ്ട് ഇത്രയാണ്, ഇതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യൂ എന്നുള്ള രീതിയിൽ അവർ നമ്മൾക്ക് അപ്രൂവ് ചെയ്ത് തരും. അതിനെയാണ് ബഡ്ജറ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ. വാട്ട് ഈസ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ? ഞാൻ പറഞ്ഞു നമ്മൾക്ക് പേപ്പറിൽ ഓക്കെ ഇത് നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞു തരുന്നതിനെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ട് ഇപ്പോൾ പറയാം. For any work or project required by a particular department, an approval of competent authority of the department with respect to the cost involved and work to be executed is necessary in the first instance. So if a hospital is to be expanded for a ward of 40 beds, ഒരു ഹോസ്പിറ്റൽ 40 ബെഡും കൂടെ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ആ ഹോസ്പിറ്റലിൻ്റെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു റഫ് എസ്റ്റിമേറ്റ് റെഡിയാക്കും. ഈ 40 ബെഡും കൂടെ ഒരു വാർഡും കൂടെ എക്സ്ട്രാ എടുക്കണം. സോ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഒരു ടെക്നിക്കൽ വിങ് ഉണ്ടാവും. സോ അവിടുത്തെ ടെക്നിക്കൽ പേഴ്സൺ, ഇപ്പോൾ ഹോസ്പിറ്റലാണെങ്കിൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ടെക്നിക്കൽ പേഴ്സൺസ് ഒരു റഫ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യും, ദേ ഗെറ്റ് ഇറ്റ് കൗണ്ടർസൈൻഡ് ബൈ ദ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്. അവർ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിനും അത് കാണിച്ചു കൊടുക്കും, ഇങ്ങനെയാണ് ഇത്ര എമൗണ്ട് വേണം എന്ന് പറയും. സോ ദ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓതറൈസസ് ദ കൺസ്ട്രക്ഷൻ അണ്ടർ ദെയർ ബഡ്ജറ്റ്. സോ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും ഒരു ഇത്ര എമൗണ്ട് ഫോർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വെച്ചിട്ടുണ്ടാവും. സോ അവർ നോക്കുമ്പോൾ ഓക്കെ ഈ 40 ബെഡിൻ്റെ അത്രയും കൂടെ പ്രൊവിഷൻ നമുക്ക് ആവശ്യമാണ്, അത് നെസസിറ്റി ആണ്. സോ അതുകൊണ്ട് അവരെന്ത് ചെയ്യും, ആ എസ്റ്റിമേറ്റ് ഓക്കെ ആണെങ്കിൽ അവരത് ഓതറൈസ് ചെയ്യും. ഓക്കെ ഞാൻ ഈ ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ ഇത് ചെയ്തു എന്നുള്ളത്. സോ ഇതിൻ്റെ കേസ് ഇത് ഒരു ചെറിയ കാര്യമാണ്. ഓക്കെ, ഇത് അത്ര വലിയ ബഡ്ജറ്റ് വരുന്ന കാര്യമല്ല. ഇൻ കേസ് അതൊരു വലിയ കാര്യമാണെങ്കിൽ, ലൈക്ക് ഒരു മെയിൻ ബിൽഡിംഗ്, ഒരു വലിയ മൾട്ടിപർപ്പസ് ബിൽഡിംഗ് തന്നെ അതുപോലെയൊക്കെയുള്ള ബിഗ് പ്രൊജക്റ്റ് ആണെങ്കിൽ ഗവൺമെൻറ് ആയിരിക്കും അതിനുള്ള അപ്രൂവൽ തരുന്നത്. സോ ദിസ് ടൈപ്പ് ഓഫ് സാങ്ഷൻ ഓതറൈസിംഗ് ദ എക്സ്പെൻഡിച്ചർ ടു ബി ഇൻകേർഡ് ഓൺ എ പർട്ടിക്കുലർ സ്കീം ഈസ് നോൺ ആസ് അഡ്മിനിസ്ട്രേറ്റീവ് അപ്രൂവൽ ഓർ സാങ്ഷൻ. ഓക്കെ, സോ അങ്ങനെ ഓതറൈസേഷൻ അല്ലെങ്കിൽ അപ്രൂവൽ തരുന്നതിനെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് അപ്രൂവൽ എന്ന് പറയുന്നത്. ഇനി ടെക്നിക്കൽ സാങ്ഷൻ എന്ന് പറയുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് അപ്രൂവൽ കിട്ടി, ഓക്കെ ഇത് ചെയ്തോ എന്ന് പറഞ്ഞ് കിട്ടി, പക്ഷേ നമ്മളുടെ ടെക്നിക്കലി നമ്മൾ ചെയ്യാൻ പോകുന്ന ഇപ്പം 40 ബെഡിൻ്റെ വാർഡ് ചെയ്തോ, പക്ഷെ നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്, ഏതാണ് നമ്മളുടെ ഡിസൈൻ, നമ്മളുടെ ഡ്രോയിങ് എങ്ങനെയാണ്, അതെല്ലാം അപ്രൂവ് ചെയ്യുന്നതിനെയാണ് ടെക്നിക്കൽ സാങ്ഷൻ എന്ന് പറയുന്നത്. എമൗണ്ട് അപ്രൂവ് ആയി, പക്ഷെ നമ്മൾ ചെയ്യുന്ന രീതി അപ്രൂവ് ആവണം. ഇപ്പം നമുക്ക് ഇപ്പോൾ ഒരു എമൗണ്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമുക്കത് ഇഷ്ടമുള്ള രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ വർക്ക് എക്സിക്യൂഷനും അപ്രൂവൽ കിട്ടണം. ആ അപ്രൂവലിനെയാണ് നമ്മൾ ടെക്നിക്കൽ സാങ്ഷൻ എന്ന് പറയുന്നത്. So after the administrative approval is obtained, the engineering department prepares detailed plans, design calculation and quantities of work estimates and cost of the scheme which are to be prepared by the competent authority. Thus the work can be taken up only after this sanction is obtained. This approval is known as technical sanction. Depending on the status of the engineer in the administrative setup, he is empowered to account technical sanction up to a particular monetary limit. Like
നമ്മൾക്കറിയാം ഇപ്പം ചീഫ് എഞ്ചിനീയർ ഉണ്ട്, സൂപ്പറിൻറ്റൻഡിങ് എഞ്ചിനീയർ ഉണ്ട് അതിൻ്റെ ഇടയിൽ, ദെൻ കംസ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. സോ മെയിൻ ചീഫ് എഞ്ചിനീയർ ആയിരിക്കും മുകളിൽ. സോ ചീഫ് എഞ്ചിനീയറിന് ഇപ്പോൾ ഒരു ലൈക്ക് എത്ര എന്ന് പറയാൻ പറ്റും, ഒരു 300 crores വരെ ചീഫ് എഞ്ചിനീയറിന് അയാളുടെ ലിമിറ്റിലുണ്ടെങ്കിൽ അയാൾക്ക് അത് നോക്കിയിട്ട് ഓക്കെ ഈ ഡിസൈൻ ഓക്കെ ആണ്, ഇതിൽ ഇത്ര എമൗണ്ട് വരും. സോ ചീഫ് എഞ്ചിനീയറിൻ്റെ ലിമിറ്റിൽ, മോണിറ്ററി ലിമിറ്റിനുള്ളിൽ നിന്നിട്ട് അയാളത് അപ്രൂവ് ചെയ്യും. ഇൻ കേസ് ഇത് ചീഫ് എഞ്ചിനീയർ അതിലും വലിയ പ്രൊജക്റ്റ് ആണെങ്കിൽ സംടൈംസ് ഗവൺമെൻറ് ലെവലിൽ വരെ പോകും. സോ ഗവൺമെൻറ് ആയിരിക്കും അതിന് ടെക്നിക്കൽ സാങ്ഷൻ തരുന്നത്. ആദ്യത്തെ കേസിൽ അഡ്മിനിസ്ട്രേറ്റീവ് അപ്രൂവലിൽ നമ്മൾ ആവശ്യങ്ങളും നെസസിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ ടെക്നിക്കൽ സാങ്ഷനിൽ നമ്മൾ അതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത്. നോക്കിയിട്ട് ഒരിക്കലും അഡ്മിനിസ്ട്രേറ്റീവ് അപ്രൂവൽ കിട്ടാത്ത വർക്കിൻ്റെ ടെക്നിക്കൽ സാങ്ഷൻ കിട്ടില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് അഡ്മിനിസ്ട്രേറ്റീവ് അപ്രൂവൽ കിട്ടുക, സെക്കൻഡ് ആണ് അതിൻ്റെ ടെക്നിക്കൽ സാങ്ഷൻ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, സോ ഇത്രയാണ് നിങ്ങളുടെ കൺസ്ട്രക്ഷൻ പ്ലാനിങ് ആൻഡ് ഫീസിബിലിറ്റിയിൽ പറയുന്നത്. ഇത് ഞാൻ ലെഫ്റ്റ് ഔട്ട് ചെയ്ത പോർഷനാണ്. ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഓഫ് PWD PCU ആണ്, ദെൻ പ്രൊജക്ട് മാനേജ്മെൻറ്റ് ടൂൾസ് ആണ്. സോ കഴിഞ്ഞു. ഇനി ഡൗട്ട് ഉള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും ചോദിക്കാം.